ഗുഡ് മോർണിംഗ്. അടിയിൽ പോയിട്ട് ചെക്കന്മാർക്ക് എന്തായി അവസ്ഥ നോക്കാം. കടിക്കണോ? നല്ല തണുപ്പല്ലേ, പുതച്ച് മൂടി കടന്നുറങ്ങുണ്ടാവും മിക്കവാറും. എഴുന്തിരും കണ്ണ, എഴുന്തിരി 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 എഴുന്തിരി. എടാ പന്നി 7:30. എഴുന്തിരി 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 എഴുന്തിറാ എഴുന്തിര എഴുന്തിരി എഴുന്തിര എഴുന്തിരി എഴുന്തിര എഴുന്തിരി എഴുന്തിരി എഴുന്തിര എഴുന്തിരി. വേട്ടാവളി ഇന്നലെ വന്ന് അതേമാതിരി കടന്നുറങ്ങണ കണ്ടില്ലേ. അപ്പൊ നമ്മളെല്ലാരും ചവിട്ടി എണീപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് പോയോ? കോടമഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പ് നല്ല തണുപ്പുണ്ട്. അല്ല ഇപ്പൊ എന്താ അറിയുമോ, ഈ ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കമ്മിയാണ്. ഇന്നലെ ആ ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തപ്പോഴാണ് നല്ല കോട വന്നത്. ഒരു മഴ പെയ്ത അടിപൊളിയാവും. വീണ്ടും ചളിക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാരും പൊട്ടന്മാരെ പോയിരുന്നു ബൈക്ക് കഴുകുക. അവസ്ഥ അറിയിക്കണം. ഇവർക്ക് തന്നെ പണി. ഇവിടെ വന്നിട്ട് വണ്ടി കഴുകുക. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന് ഗുണാക്കേവ്. ഇവിടുന്ന് ഗുണാക്കേവും പൈൻ ഫോറസ്റ്റ് അടുത്തടുത്താണ്. അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട്, ഇറങ്ങാം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് ഗുരു മെസ്സിലാണ്. ഇവിടെ ഇപ്പോൾ ഇഡ്ഡലി, പൊങ്കൽ, അതുപോലെ തന്നെ ദോശ തന്നെയുള്ളൂ. പോയി നോക്കി നോക്കാം, നന്നായിട്ടുണ്ടോ നന്നായിട്ട് ചെയ്യുന്നു. എന്താടി, എന്താ സാധനം? പൊങ്കലാത്ര. നമ്മളന്ന് കഴിച്ച ഗീ പൊങ്കലാണോ തോന്നുന്നു ബെറ്റർ? രണ്ട് ചട്നി, സാമ്പാർ, പിന്നെ കൂറുപൊടി. ഇതാണ് തമിഴ്നാട്ടിലത്തെ അവസ്ഥ. ആ ഒരു വണ്ടിയിൽ ഈ വണ്ടി വന്നിടിച്ചു. 1 ഉറുപ്പ്യ കൊടുക്കൂല. എന്താ പറഞ്ഞാ, ഈ ആരേനേച്ച വിളിച്ചോ, ഞാൻ നോക്കിക്കൊണ്ടെന്നാ പറഞ്ഞു ആ ചെങ്ങായി. ആ വണ്ടിമേലെ തട്ടിയത്. ഇനി നമ്മൾ പോകാൻ പോണ സ്ഥലം ഡെവിൾസ് കിച്ചൺ, അതായത് ഗുണാക്കി. അപ്പൊ നമ്മള് അങ്ങനെ ഗുണാക്കേവിൽ എത്തിയിട്ടാണ്. നല്ല ബ്ലോക്കാട്ടോ, കാർ കൊണ്ടൊന്നും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 4 കിലോമീറ്റർ ഒക്കെ ബ്ലോക്ക്. ഞങ്ങള് കാട്ടുകൂടിയും കൊണ്ടുകൂടെ ഒക്കെ കയറിയിട്ട് അങ്ങോട്ട് എത്തിയത് കണ്ടില്ലേ. ഇങ്ങോട്ട് കയറാൻ ബൈക്കിന് 20ഉം കാറിന് 50ഉം പൈസ ഉണ്ട്. ഇവിടെ ഇപ്പൊ നിറച്ച് റൈഡേഴ്സ് ഉണ്ട് കണ്ടില്ലേ, നിറച്ച് ബൈക്സ് ആണ്. നമ്മളിവിടെ നിർത്തിയപ്പോ ഈ സൈഡ് മൊത്തം വണ്ടിയായി. ഇപ്പോ നല്ല തിരക്കാണ്. ഞായറാഴ്ചയാണ്, 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണ്. അപ്പൊ നമ്മളേ ഇനിയിപ്പോ വീഡിയോ എടുത്തിട്ട് കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇടാം. മറ്റേ പെരിയാറിനരുമകളല്ലേ കാൽ തൊടുന്നതല്ല ആ വൈബാണ്. പക്ഷെ സിനിമയിൽ കാണുന്ന മാതിരി ഒന്നല്ലോ. ഇവിടെ വന്ന ആകെ തിരക്കും ചളി പിളി പോലാണ്. കോമഡിയാണ്. വണ്ടികളെ കാറുകൊണ്ടൊന്നും വന്ന ഗോവിന്ദ ഒരു രക്ഷയില്ല. കാറുകൊണ്ടൊന്നും വന്ന ഏതാ ലുക്കില്ലേ. ഗാന്ധിജീന്റെ പേരക്കുട്ടീന്റെ മാരിയുണ്ട്. നല്ല തിരക്ക് കാരണേ ഒരു സുഖമില്ല. എന്തു പറയുന്നു, കാർ കൊണ്ടൊക്കെ വന്നാൽ മൂഞ്ചും. ബൈക്കാണ് ഏറ്റവും ബെറ്റർ. കാർ കൊണ്ടൊന്നും വന്നാൽ കാണാൻ നടക്കുകയില്ല. അമ്മമാരി ബ്ലോക്കാണ് കണ്ടില്ലേ.
ഇവർക്കൊരു അന്തുല്യ കണ്ടില്ലേ, നടു റൂട്ടിലൊക്കെ നിർത്തിയിടും, ഒരു മൈൻഡും ഇല്ല. ഇവിടെ ബ്ലോക്ക് ആവാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ആൾക്കാർ തോന്നിയ പോലെ വണ്ടി പാർക്ക് ചെയ്യാം, റോഡിന്റെ സൈഡിലേക്ക് ആക്കി പാർക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പോവുക. കണ്ടാ, ഇന്ത്യൻസിന് 10, ഫോറിനേഴ്സിന് 100. Proud to be an Indian. ആ ഗൈസ്, കോട മഞ്ഞ് വരുന്നുണ്ട്. കോട മഞ്ഞിൻ താഴ്വരയ്. അയ്യോ മോളെ, വൈബ് വൈബ്. ഹേയ് ഐശ്വര്യ, എന്താ അവിടെ കയറിക്കണേ? ഇങ്ങോട്ട് ഇറങ്ങൂ. എന്താണ് ഐശ്വര്യ, തീറ്റ എന്നെ തീറ്റ. മഴ ചാർന്നുണ്ട് മക്കളെ, ചിലപ്പോ തൊലിയും. മഴ വരാൻ തുടങ്ങി, കോട വരും, പക്ഷെ ആകെ നനയും. അതെ, അവിടെ ഇങ്ങനെ ആയിട്ടൊരു സംഭവം ഉണ്ട്, പക്ഷെ അത് കാണാനല്ല, ഫുള്ള് കോട മറിഞ്ഞു. അതാണ് ആ റോക്ക് പില്ലർ പറഞ്ഞ സാധനം അവിടെയാണേ, അവിടെ ഒരു സാധനം ഉണ്ട്, അത് കാണാനല്ല. അറിഞ്ഞല്ലേ, വിഷയല്ല. മഴ പെയ്യണ്ട്, മഴ കൊള്ളണ്ടേ വരും മിക്കവാറും. ജാക്കറ്റ് കൊടുത്തില്ല, മഴ പെയ്തു. അയ്യോ പോച്ചേ, പോരാ, മരത്തിനടി പോവാ. എവിടെ വെള്ളാണേ? യാ, കോട വന്നു മക്കളെ. ഇതാ പോണു ഒരു വെള്ളാട്ടം പോക്കാരെ മാതിരി. ഹലോ ഗൈസ്, ഇവിടെ ഫുള്ള് കോടയാണ്. ഇതാ ഫുള്ള് കോട കേട്ടോ, എല്ലായിടത്തും കോടയാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ കണ്ടു, ഇത് ഗുണാക്കേവല്ലേ, ഇത് ഏതൊരു സ്ഥലം? പില്ലർ റോക്കോ? അപ്പം ഇനിയിപ്പോൾ അത് കാണാനും ഇല്ല, വന്നത് വെറുതെ 10 ഉറുപ്പിക എടുത്തത്. ഇവിടെ കുറേ ഫോട്ടോ എടുത്തു തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്തത് ഗുണാക്കേവ് പോവാം. നല്ല കോടയാണെന്ന്, അതാണ് മെയിൻ വിഷയം. ചേച്ചി മലയാളിയാണ്. ചേച്ചിയുടെ സ്ഥലം എവിടെയാ കേരളത്തില്? ആലപ്പുഴ. ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ വന്നാൽ ചേച്ചി ചോക്ലേറ്റ് റേറ്റ് കുറച്ച് തരും. അതെ, ബാക്കിയുള്ള കടകളിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചിട്ട് ചേച്ചി നല്ല ചോക്ലേറ്റ് തരും. ഞങ്ങളെല്ലാവരും കൂടുതൽ ചോക്ലേറ്റ് വാങ്ങണത്. പിന്നെ കുറേ ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് തിന്നാൻ തരും. കഴിച്ചു നോക്ക് കൊണ്ട് കുറേ തരും. ലാസ്റ്റ് ഞങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് നിർത്തിയത്, ചേച്ചി മതിയെന്ന്. കുറേ കഴിക്കാൻ തരും. പിന്നെ നമ്മുടെ പില്ലർ റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്താണ് ഈ കട. ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ ഏകദേശം ഒരു 100 ഗ്രാം കാക്കിലിൻ്റെ അടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അല്ലേ? ഇതെന്താ മിഠായിയോ? എത്ര വേണമെങ്കിലും ടേസ്റ്റ് നോക്കാൻ തരും അല്ലേ? ഒരു കാക്കിലോ ടേസ്റ്റ് നോക്കിണ്ടാവും ഇപ്പൊ. അതുകൊണ്ട് ഇതൊക്കെ ടേസ്റ്റ് നോക്കാൻ കൊടുത്താണ്. കുറെ നേരായി ടേസ്റ്റ് നോക്കാൻ നോക്കാണ്ട് ഒക്കെ ചവക്കിണ്ടിട്ട്. അപ്പൊ നമ്മള് അക്കേന്റെ അവിടുന്ന് ഒരു ലോഡിന് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആയിട്ട് അക്ക ഒരു ബോക്സ് 1/4 കിലോ ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് തന്നു, വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ. അപ്പോൾ നൈസാട്ടോ, നല്ല സ്വഭാവമാണ്. ഇവിടെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് തന്നെ സാധനം വാങ്ങുക. നമ്മളല്ലേ നമ്മുടെ ആൾക്കാരെ സഹായിക്കേണ്ടത്. സോ നമ്മളിപ്പോൾ എവിടെയല്ലേ? ഗുണാക്കേവ്, മഞ്ഞുമ്മൽ ബോയ്സ്. എമ്മ തിരക്കറിയോ? ഇവിടെ ആകെ റഷാന്ന്. എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ലീവ്, വെള്ളി ശനി ഞായർ. വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിനായതുകൊണ്ട് ലീവ്. അപ്പോൾ എല്ലാവരും ട്രിപ്പിനായി ഇറങ്ങിയിരിക്കുക. എല്ലാവരും വലിയ ബസ്സും ഇന്നോവയും എല്ലാം എടുത്ത് വന്നുകൊണ്ട് വണ്ടി ഫുള്ള് ബ്ലോക്കാക്കി വിട്ടേക്കുക. പൊതുവെ സൺഡേസിൽ വരാണ്ടിരിക്കണം നല്ലത്. ഈ സ്ഥലമൊക്കെ കാണണം, സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൺഡേസിൽ പൊതുവെ ഇറങ്ങാണ്ടിരിക്കുക. സാറ്റർഡേ കാറൊന്നും അങ്ങോട്ട് എത്തില്ല. രോമാഞ്ചോ ഏതിട്ട് സിനിമ? മഞ്ഞുമ്മൽ ബോയ്സ്.
മഞ്ഞമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. സെറ്റ് ഇട്ടത് വേറെയാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമ പോപ്പുലർ ആയതിനു ശേഷമാണ് ഇത്രയും റഷ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മലയാളീസിന് ഇങ്ങോട്ട് വരാനുള്ള ഒരു ത്വര കൂടാൻ ആ സിനിമ ഭയങ്കര ഒരു കാരണമായിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഇപ്പം നമുക്ക് വരുമ്പോൾ തന്നെ ആ ഒരു മൈൻഡിൽ നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം എന്താ ഗുണാക്കേവ് ഇവിടുത്തെ ഒരു സ്ഥലം, ബാക്കിയുള്ള സ്ഥലം. പക്ഷേ ഇതിപ്പോൾ ആ സിനിമ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ ഗുണാക്കേവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ആ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അതിന് ഗുണാക്കേവ് എന്ന് പറഞ്ഞ കമലഹാസന്റെ സിനിമയും കൂടി ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അധികം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഞാൻ ഇതാണ് അവസ്ഥ. അവരേ നമ്മളവിടുന്ന് ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ കിട്ടി പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞു ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിയ 5000 രൂപ ഫൈൻ ഉണ്ട് പറഞ്ഞു. അതിൻ്റെ ഗുട്ടൻസ് എന്താന്ന് അപ്പം മനസ്സിലായില്ല. ഇവിടെ വന്നാണ്ടല്ലോ പൊല്യൂഷൻ എന്ന് പറഞ്ഞു വെറുതെ കാണാ പറഞ്ഞ ആകലമ്പ. അലമ്പാണ്, വെറുതെ സൗണ്ട് ഉണ്ടാക്കി അലമ്പാക്കുക. ഒലക്കാണ്. ആ പോയാ ജീവനോട് പോകും. പോയിന്റ് ഒരു സ്ഥലം കേട്ടോ. അതെ, ഇമോഷണൽ ഡാമേജ്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോവാട്ടോ. ഭയങ്കര ക്രൗഡഡായി. വന്ന ടൈം ശരിയായില്ല. എന്താ പറയുക, എന്തോ ഒരു സുഖമല്ല. ആകെപ്പാടെ ഭയങ്കര അല്ലേ തിരക്ക്. അല്ല പിന്നെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നേ. നമ്മുടെ പോലെ തന്നെ അല്ല എല്ലാവരും. ബാക്കിയുള്ളവർ നമ്മളെ പറയുണ്ടാവും, നമ്മൾ അവരെ പറയും. സ്വാഭാവികം. ഇവർക്കൊക്കെ വീട്ടിലിരുന്നോട് ചോദിക്കും ബാക്കിയുള്ളവർ. ഒരാളുടെ പേഴ്സ് പോയി മക്കളെ. ഓരോന്നോരോന്നായിട്ട് താഴ്ത്തിക്കിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കണുണ്ടാ. പുള്ളിക്കാരവിടെ നിന്ന് ഓരോന്നായിട്ട് ഓരോ 500, 1000 ആയിട്ട് ഇങ്ങനെ അടിയിക്കിട്ടുണ്ട്. പേഴ്സ് അവിടെ പേഴ്സ് കിട്ടിയോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ കറങ്ങലിലെ ലാസ്റ്റ് സ്ഥലം പൈൻ ഫോറസ്റ്റ്. അതെ, പൈൻ ഫോറസ്റ്റ് ഇതോടുകൂടി പരിസമാപ്തിയാകുന്നു. ഈ പൈൻ ഫോറസ്റ്റ് കണ്ടില്ലാന്നോ? ഓടി അവിടുന്ന്. ലോകം മൊത്തം കറങ്ങിണ്ടോള്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എല്ലാരും ഹാപ്പി അല്ലേ? ഒന്നിനെ കാണാനില്ലല്ലോ. പോസ് ഞാൻ എടുത്തരാ. ഫോട്ടോ എടുക്കാനുള്ള അവസ്ഥ കാണല്ലോ. അച്ചക്കൂടെ ഫോട്ടോ പടയ്ക്കും. പൊടിമീശ മുളയ്ക്കണ കാലം. ഇതാണോ ഇത് പട സാധന. റൊമാൻറ്റിക് വരും. ഇത് വെച്ച റൊമാൻറ്റിക് വരും. ഉമ്മക്കല്ലേ? ഉമ്മ വയ്ക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഉമ്മ വെച്ചാൽ പകർത്തും ഞാൻ. ഞങ്ങൾ മഴ നനഞ്ഞു മഴയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിറങ്ങിയപ്പോഴേക്കും ഉൾക്കത്ത മഴ. എല്ലാവരും മഴ നനഞ്ഞ് വരുന്നു ഗൈസ്. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇരുന്നപ്പോൾ മഴ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ തണുത്തിട്ട് വയ്യ.